നാലാമത്തതും അവസാനത്തതുമായ ഒരു പോയിന്റിലേക്ക് വരികയാണ്. ക്യൂരിയോസ്, ലോർഡ്, കർത്താവാണ് അവിടുന്ന്. ഓൾഡ് ടെസ്റ്റമെന്റില് ദൈവം തന്നെ മോശയ്ക്ക് വെളിപ്പെടുത്തുന്നത് ആ സമയത്ത് യാഹ്വേ എന്ന ആ ഒരു വെളിപ്പെടുത്തൽ മോശയ്ക്ക് കൊടുക്കുന്നു. യാഹ്വേ, അദോണായി, എല്ലാ ഹെബ്രായ നാമങ്ങൾ ദൈവത്തെ കർത്താവെന്ന് വിളിക്കുന്ന നാമങ്ങളാണ്. അപ്പം ദൈവം കർത്താവാണെന്ന് ഔദ്യോഗികമായിട്ട് മോശയ്ക്കാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. മോശ കർത്താവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഐ ആം ഹു ഐ ആം, ഇതേ വാക്ക് തന്നെ, അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ദൈവം തന്നെ ഞാൻ ആയിരിക്കുന്നവനാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട്, ഞാൻ യാഹ്വേ ആണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ അതേ കാര്യം തന്നെ, കർത്താവാണ് എന്നുള്ള അതേ ആശയം തന്നെ, അതേ വാക്ക് തന്നെ ഈശോയെ കുറിച്ച് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അവിടുന്ന് ദൈവമാണെന്നുള്ളതിന്റെ തന്നെ സൂചനയായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നു. മത്തായി സുവിശേഷം ഈശോ തന്നെ ആ വാക്ക് തന്നെ കുറിച്ച് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് മത്തായി 22, 41, 46 കൃത്യമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്. ഒരു ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യമായിട്ട് സദുക്കായരും പരിസയരും ഒക്കെ ആയിട്ട് കർത്താവ് സംസാരിക്കുന്ന വേളയിൽ ദാവീദ് അങ്ങനെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ കാര്യത്തിൽ തന്നെ കുറിച്ച് തന്നെ ദൈവപുത്രനാണെന്ന കാര്യം പറയുന്നു. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 13 നമുക്കറിയാം, ഈശോയുടെ പാദക്ഷാളന ശുശ്രൂഷയുടെ ഭാഗത്ത് കർത്താവ് തന്നെ പറയുന്നു, നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങൾക്ക് ഇത് ചെയ്തെങ്കിൽ. അപ്പൊ അവിടുന്ന് തന്നെ പറയുന്നുണ്ട് കർത്താവാണ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തോമാശ്ലീഹായുടെ വാക്കുകൾ നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം 20:28 മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് മാർവാല, അവിടുന്ന് കർത്താവും ദൈവവുമാണ് എന്നുള്ള സത്യമാണത്. അവിടുന്ന് കർത്താവും ദൈവവുമാണ്, മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ്. ആളുകൾ തന്നെ അങ്ങനെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, കർത്താവാണെന്നും. ഒരു കുഷ്ഠരോഗികളെ സുഖപ്പെടുന്ന സമയത്ത് കർത്താവ് എന്ന ആശയം അവർ വിളിക്കുന്നുണ്ട്, മൈ ഗോഡ്, മൈ ലോർഡ്. 1 കൊരിന്തോസ് 12:3 നോ വൺ ക്യാൻ സേ ജീസസ് ഈസ് ലോർഡ് എക്സെപ്റ്റ് ബൈ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ആർക്കും ഈശോ മിശിഹ കർത്താവാണ് എന്ന് പറയാനായിട്ട് പറ്റുകയില്ല എന്ന കാര്യം നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമാണ്. മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈശോ മിശിഹ ദൈവപുത്രനാണ്, ദൈവമാണ് എന്നുള്ള സത്യം അംഗീകരിക്കാതെ ആർക്കും വിശ്വാസം സ്വീകരിക്കാൻ സാധ്യമല്ല. ഒരു ചരിത്രപുരുഷനായിട്ടോ ഒരു വ്യക്തിയായിട്ടോ ഒരു മഹാനായിട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇവിടെ. അവിടുന്ന് കർത്താവാണ് എന്ന് പറയുന്നവൻ മാത്രമാണ് വിശ്വാസി. അത് പരിശുദ്ധാത്മാവാണ് ഒരാള് ഈശോ കർത്താവാണെന്ന് പറയാനായിട്ട് സഹായിക്കുന്നത്. അല്ലാതെ ആർക്കും അത് സാധ്യമല്ല എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഉത്ഥിതനായ മെശിഹായ അവിടുന്ന് കർത്താവാണ്. അവിടുത്തെ പീഡാസഹനത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനം ചെയ്ത് അവിടുന്ന് രക്ഷകനും കർത്താവുമായിട്ട് മാറുന്നു. നമ്മുടെ ലിറ്റർജിക്കൽ പ്രേയേഴ്സിലെല്ലാം ഈ ആശയം നന്നായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ആദിമസഭയുടെ ആരാധനാക്രമ പാരമ്പര്യത്തിൽ തന്നെ അതുണ്ട്. എല്ലാ സഭകളുടെയും ആരാധനാക്രമത്തിൽ ആവർത്തിച്ചു വരുന്നൊരു വാക്കാണ് രക്ഷകൻ, കർത്താവ് എന്ന വാക്ക്. നമ്മുടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള നമ്മുടെ ആ ഒരു ആവർത്തിച്ച് നമ്മൾ പാടുന്ന പ്രാർത്ഥനയാണല്ലോ സകലത്തിന്റെയും നാഥ എന്നുള്ള ആ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ആവർത്തിച്ച് ഈശോ കർത്താവാണെന്ന് ഏറ്റുപറയാണ്. സകലത്തിന്റെയും നാഥനാണ്, അവിടുന്ന് എല്ലാത്തിന്റെയും ഉടയവനാണ്. ഈശോ മിശിഹ ജീസസ് ക്രൈസ്റ്റ് ഷുഡ് ബി അലൗഡ് ടു ടേക്ക് പൊസഷൻ ഓഫ് അവർ ലൈവ്സ് ആസ് ഡിസൈപ്പിൾസ്. നമ്മുടെ ജീവിതത്തിന്റെ കർത്താവായിട്ട് അവിടുത്തെ നമുക്ക് പ്രഖ്യാപിക്കാനായിട്ട് കാണാനായിട്ട് സാധിക്കണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ എന്ന ഒരു യാഥാർത്ഥ്യം ഉണ്ടാവുന്നത് എന്ന സത്യം നമ്മൾ ഓർത്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 4 പ്രധാനപ്പെട്ട ആശയങ്ങളും ഈ ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗമായിട്ട് ഒന്ന് അടുത്ത് കാണാനായിട്ട് പഠിക്കുകയായിരുന്നു. ഇതായിരുന്നല്ലോ നമ്മുടെ ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. 4 ആശയങ്ങൾ നമ്മൾ പറഞ്ഞത്. അവിടുന്ന് ദൈവപുത്രനാണ്, അവിടുന്ന് ഈശോയാണ്, മിശിഹായാണ്, കർത്താവാണ്. ഈ 4 ആശയങ്ങളും നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായി മാറുമ്പോൾ നമ്മൾ ആഴമായ ഒരു വിശ്വാസ ബോധ്യത്തിലേക്ക് എത്തും. ആ ബോധ്യത്തിൽ നിറയാനും ആ ബോധ്യത്തിലേക്ക് നമുക്ക് മുമ്പിലെത്തുന്നവരെ നയിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.